കാക്കനാടിനടുത്ത് ഇൻഫോ പാർക്കിൽ നിന്ന് 5.5 കിലോമീറ്റർ ഡിസ്റ്റൻസ്, പള്ളിക്കരയിലേക്ക് 1 കിലോമീറ്റർ ഡിസ്റ്റൻസ്, 6.25 സെന്റ് സ്ഥലത്ത് ഒരു 4 BHK വീട്. കസ്റ്റമറിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇന്റീരിയർ കസ്റ്റമൈസ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ആറ് മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഒരു വില്ല പ്രൊജക്റ്റിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. വളരെ പീസ്ഫുള്ളായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു വില്ല പ്രൊജക്റ്റ് വരുന്നത്. വളരെ സിമ്പിളായി എലിവേഷനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുള്ളത്. 6.8 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കോബിൾ സ്റ്റോൺസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 3 വലിയ SUV വാഹനം പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 18 അടി നീളവും 14 അടി വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലാണുള്ളത്. 7.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ SUV കാർ പാർക്കിംഗ് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ കോബിൾ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലാണുള്ളത്. 10 അടിയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് മൂന്നാമത്തെ കാർ പാർക്കിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലാണുള്ളത്. ഇത് കിച്ചൻ്റെ ബാക്ക് സൈഡാണ്. 4 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലാണുള്ളത്. 3.5 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. മെറ്റൽ ചിപ്സാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ വലിയൊരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. 17 അടി നീളവും 4 അടി വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോറും കിഴക്ക് ദർശനമായിട്ടാണ് നൽകിയിരിക്കുന്നത്. തേക്കിൻ തടിയിൽ ഒറ്റ പള്ളിയായിട്ടാണ് ഇവിടെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ഡിജിറ്റൽ ലോക്കാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്ക് വരാം. 17 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ലിവിങ് സ്പേസിന് ഉള്ളത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിങ് സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഗ്ലോസി ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റിലായിട്ട് 3 ഡോർ വിൻഡോയും സൗത്തിലായിട്ട് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ലിവിംഗ് കം ഡൈനിങ് എന്ന കൺസെപ്റ്റാണ് ഉള്ളത്. 12 അടി നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് നൽകിയിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്നത് ഈ ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്കാണ്. ഇവിടെയായിട്ടാണ് ലിവിംഗ് സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കിച്ചണിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നമുക്കിനി കിച്ചണിലേക്ക് വരാം. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വന്നിരിക്കുന്നത്. 11.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. കിച്ചണിൻ്റെ ഇൻറ്റീരിയർ കസ്റ്റമറിന് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്.
മെയിൻ കിച്ചൺ കൂടാതെ ഇവിടെയായിട്ട് ഒരു സെക്കൻഡ് കിച്ചൺ കൂടിയുണ്ട്. 11.5 അടിയിലേറെ നീളവും 5.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സെക്കൻഡ് കിച്ചണിന് ഉള്ളത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 11.5 അടിയിലേറെ നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. നോർത്തിലേക്കും ഈസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ കൺസെപ്റ്റിലാണ് ഈ ഒരു ബാത്റൂം ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. 10 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. വെസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് ഒരു 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ കൺസെപ്റ്റിലാണ് ഈ ഒരു ബാത്റൂം ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഇവിടെ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു വോളിലായി പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. കൂടാതെ 2 2 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 17 അടിയിലേറെ നീളവും 15 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിങ്ങിന് ഉള്ളത്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇവിടെ ഈസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സ്റ്റെയർ കയറി വരുമ്പോൾ ഇവിടെയായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇതാണ് നമ്മുടെ അപ്പർ ലിവിംഗ് സ്പേസ്. ഇത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. നമുക്കിനി മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 11.5 അടിയിലേറെ നീളവും 11.5 അടിയിലേറെ തന്നെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. നോർത്തിലേക്കും ഈസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റിനുള്ള പ്രൊവിഷൻ കൂടി നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ കൺസെപ്റ്റിലാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. 11.5 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇവിടെയായിട്ട് നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റിനുള്ള പ്രൊവിഷൻ കൂടി നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ കൺസെപ്റ്റിലാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 17.5 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിൽ ഉള്ളത്. ഇവിടെ നിന്നാണ് മുകളിലെ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ വിശാലമായ ബാൽക്കണിയിലേക്ക് വരാം. 17 അടിയിലേറെ നീളവും 4 അടിയിലേറെ വീതിയുമുള്ള ഒരു ബാൽക്കണിയാണ് ഈ വീടിന് ഉള്ളത്. ബസ് റൂട്ടിലേക്ക് 1 കിലോമീറ്റർ, പള്ളിക്കരയിലേക്ക് 1.4 കിലോമീറ്റർ, വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് 2.5 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 5.5 കിലോമീറ്റർ, കാക്കനാടേക്ക് 9.5 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്റർ, കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് 12 കിലോമീറ്റർ, സംരട്ടൺ ഹോസ്പിറ്റലിലേക്ക് 4.5 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 25 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്.
6.25 സെന്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 1,15,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.